1925 ജനുവരി 30 അമേരിക്കയിലെ കെൻഡക്കി സ്റ്റേറ്റിൽ സാൻഡ് കേവ് എന്ന ഗുഹയിലാണ് സംഭവം നടക്കുന്നത്. 5 അടി മാത്രം വലിപ്പമുള്ള ആ ഗുഹയുടെ കവാടത്തിലൂടെ കയ്യിൽ ഒരു മണ്ണെണ്ണ വിളക്കും പിടിച്ചാണ് 38-കാരനായ ഫ്ലോയിഡ് കോളിൻസ് ഉള്ളിലേക്ക് കയറിയത്. ഗുഹ വളരെ ചെറുതായിരുന്നു. അതിനാൽ തന്നെ അയാൾക്ക് അതിലൂടെ ഇഴഞ്ഞു വേണമായിരുന്നു പോകാൻ. കൂടാതെ എല്ലാ വശങ്ങളിലും കൂർത്ത പാറകൾ തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ആ മണ്ണെണ്ണ വിളക്ക് മാത്രമായിരുന്നു അയാളുടെ ഏക പ്രതീക്ഷ. ഒടുവിൽ അയാൾ ടേൺ എറൗണ്ട് റൂം എന്ന സ്ഥലത്തെത്തി. പരിചയസമ്പന്നരായ ഗുഹാ പര്യവേക്ഷകർ പോലും പേടിച്ച് തിരികെ പോകുന്ന അത്രയും ഭീകരമായ സ്ഥലമായിരുന്നു അത്. ഇതിന് ടേൺ അറൗണ്ട് എന്ന പേര് വരാൻ കാരണം ഇതിന് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ചെറിയ ഒരു വഴി കടക്കണമായിരുന്നു. ആ ചെറിയ ഹോളിൻ്റെ ഹൈറ്റ് ഏകദേശം 9 ഇഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലോയിഡ് പതുക്കെ ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറുകയായിരുന്നു. അയാളുടെ വസ്ത്രങ്ങൾ ഗുഹയുടെ കൂർത്ത പാറകളിൽ തടയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഫ്ലോയിഡ് തൻ്റെ കാലുകൾ ഉപയോഗിച്ച് സ്വയം ഉള്ളിലേക്ക് തള്ളുകയായിരുന്നു. പിന്നീട് അയാൾ വീതിയുള്ള ഒരിടത്തെത്തി. പക്ഷേ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ ഒരു ഇടുങ്ങിയ കുഴിയിലൂടെ 10 അടി താഴേക്ക് ഇറങ്ങണമായിരുന്നു. ഇതും വളരെ ഇടുങ്ങിയ വഴിയായിരുന്നു. അയാൾ ഒരു പാറയിൽ കയർ കെട്ടി ആ കുഴിയിലേക്ക് ഇറങ്ങി. ഇതായിരുന്നു ഗുഹയുടെ അവസാനം. അതിനാൽ മറുഭാഗത്തെത്താൻ അയാൾ മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി. സത്യത്തിൽ മറുഭാഗത്ത് വലിയൊരു ക്രിസ്റ്റൽ ചേംബർ ഉണ്ടായിരുന്നു. അത് കാണാൻ കൃത്യമായി ഇതുപോലെയായിരുന്നു. ഫ്ലോയിഡ് ഏകദേശം 1 മാസത്തോളമായി ഈ സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ ജോലി കഴിഞ്ഞ് ഫ്ലോയിഡ് ഇതേ ഇടുങ്ങിയ വഴിയിലൂടെ തിരികെ വരികയായിരുന്നു. പക്ഷേ കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ അയാളുടെ മണ്ണെണ്ണ വിളക്ക് തീർന്നുപോയി. ഇപ്പോൾ അയാൾ ആ ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ ഒറ്റക്കായി. ഇരുട്ടാണെങ്കിലും അയാൾ കൃത്യമായി പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ആ ഇരുട്ടിൽ അയാളുടെ ഒരു കാൽ അബദ്ധത്തിൽ ഒരു അയഞ്ഞ പാറയിൽ തട്ടുകയും ഏകദേശം 12 കിലോ ഭാരമുള്ള ഒരു പാറ അയാളുടെ കണങ്കാലിലേക്ക് വീഴുകയും ചെയ്തു. അയാൾ തൻ്റെ മറ്റേ കാൽ ഉപയോഗിച്ച് ആ പാറ മാറ്റാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അയാൾ പാറയിൽ എത്രത്തോളം ചവിട്ടിയോ അത്രത്തോളം ചെറിയ കല്ലുകൾ പൊട്ടി അയാളുടെ കാലിന്മേൽ വീണു. ഫ്ലോയിഡ് ഇരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ ഭീകരമായ ഒരവസ്ഥയിൽ കുടുങ്ങിപ്പോയി. ഇത് സാഹചര്യം കൂടുതൽ പ്രയാസകരമാക്കി. താഴെയുള്ള പരുക്കൻ പാറകൾ അയാളുടെ പുറത്ത് കുത്തുന്നുണ്ടായിരുന്നു. മുകളിൽ നിന്ന് തണുത്ത വെള്ളത്തുള്ളികൾ അയാളുടെ മുഖത്തേക്ക് വീണുകൊണ്ടിരുന്നു. പതുക്കെ പാറകൾ കാലിൽ ചെലുത്തുന്ന സമ്മർദ്ദം കൂടി വന്നു. ഈ സാഹചര്യത്തിൽ സഹായത്തിനായി നിലവിളിക്കുക മാത്രമായിരുന്നു അയാളുടെ ഏക വഴി. സത്യത്തിൽ ഫ്ലോയിഡ് കോളിൻസ് 55 അടി ആഴത്തിൽ ഭൂമിക്കടിയിൽ ഒരു ചെറിയ ഇരുണ്ട ഗുഹയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇവിടെ നിന്നാണ് ഫ്ലോയിഡ് കോളിൻസിൻ്റെ അതിജീവനത്തിനായുള്ള പോരാട്ടം തുടങ്ങുന്നത്. അമേരിക്കയിലെ കെൻഡക്കിയിലുള്ള ലോഗൻ കൗണ്ടിയിൽ 1887 ജൂലൈ 20 ഫ്ലോയിഡ് കോളിൻസ് ജനിച്ചത്. ഈ പ്രദേശത്ത് ധാരാളം വലിയ ഗുഹാ ശൃംഖലകളുണ്ട്. ചെറുപ്പം മുതലേ അയാൾക്ക് ഗുഹകൾ പര്യവേക്ഷണം ചെയ്യുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അയാൾ മിക്ക ദിവസവും മണിക്കൂറുകളോളം ഗുഹകൾ തിരയാൻ സമയം ചിലവഴിച്ചിരുന്നു. ചിലപ്പോൾ ഗുഹകൾക്കുള്ളിൽ തന്നെ ഉറങ്ങാറുമുണ്ടായിരുന്നു. ഫ്ലോയിഡിൻ്റെ കാലത്ത് ആ പ്രദേശത്ത് ഗുഹാ പര്യവേക്ഷണം ലാഭകരവും മത്സരവുമുള്ള ഒരു ബിസിനസ്സായിരുന്നു. 1925 ഫ്ലോയിഡ് ഹൈവേക്ക് തൊട്ടടുത്തായി സാൻഡ് കേവ് എന്ന ഗുഹ കണ്ടെത്തി. ഈ ഗുഹയ്ക്കുള്ളിൽ രസകരമായ ഒരു കാര്യമുണ്ടായിരുന്നു. ജിപ്സം ക്രിസ്റ്റലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചേംബർ. ഈ ഗുഹ മറ്റുള്ളവയെ അപേക്ഷിച്ച് വളരെ മനോഹരമായിരുന്നു. പക്ഷേ ഇതിനുള്ളിൽ പ്രവേശിക്കുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടായിരുന്നു. ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ഫ്ലോയിഡ് ആഴ്ചകളോളം ആ ഇടുങ്ങിയ വഴിയിലെ മണലും പാറക്കല്ലുകളും നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ജനുവരി 30 അതായത് അയാൾ കുടുങ്ങിയ അതേ ദിവസം അയാൾ ക്രിസ്റ്റൽ ചേംബറിലേക്കുള്ള വഴി വിജയകരമായി വെട്ടിത്തെളിച്ചു. 1 മാസത്തെ കഠിനാധ്വാനത്തിന് ശേഷം തൻ്റെ സ്വപ്നം സഫലമായതിൽ അയാൾ വളരെ ആവേശത്തിലായിരുന്നു. പക്ഷേ വിധി അയാൾക്കായി അന്ന് മറ്റൊന്നാണ് കരുതി വച്ചിരുന്നത്. അന്ന് തിരികെ വരുന്നതിനിടെയാണ് ഫ്ലോയിഡ് 55 അടി ആഴത്തിൽ പാറക്കഷ്ണം കാലിൽ വീണ് കുടുങ്ങിപ്പോയത്. അവിടെ അല്പം പോലും അനങ്ങാൻ കഴിയുമായിരുന്നില്ല. മണിക്കൂറുകളോളം ഫ്ലോയിഡ് നിലവിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തളർന്നുപോയ അയാൾ അവിടെ തന്നെ ഉറങ്ങിപ്പോയി. ഉണർന്നതിന് ശേഷവും അയാൾ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി. എന്നിട്ടും ആരും ആ നിലവിളി കേട്ടില്ല. ഏകദേശം 23 മണിക്കൂറോളം അയാൾ ആ ചെറിയ ഗുഹയിൽ കുടുങ്ങിക്കിടന്നു. അതേസമയം ഫ്ലോയിഡ് വീട്ടിൽ തിരിച്ചെത്താത്തത് കണ്ട് കുടുംബാംഗങ്ങൾ ആശങ്കയിലായി. അയാളെ കണ്ടെത്താനായി പിതാവും സഹോദരന്മാരായ ഹോമറും മാർഷൽ കോളിൻസും ഗുഹയ്ക്കടുത്തെത്തി. ഗുഹയുടെ കവാടത്തിന് സമീപം ഫ്ലോയിഡിൻ്റെ ജാക്കറ്റും തൊപ്പിയും കുടുങ്ങിക്കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ഇത് കണ്ടപ്പോൾ ഫ്ലോയിഡ് ഉള്ളിൽ തന്നെ ഉണ്ടാകുമെന്ന് അവർക്ക് മനസ്സിലായി. ഇതുറപ്പിക്കാൻ ജുവൽ എസ്റ്റസ് എന്ന 17 വയസ്സുള്ള ഒരു പ്രാദേശിക ബാലൻ ഗുഹയ്ക്കുള്ളിലേക്ക് ഇഴഞ്ഞു ചെന്ന് പേര് വിളിച്ചു.
ഉള്ളിൽ നിന്ന് ഫ്ലോയിഡിന്റെ നിലവിളി അവൻ കേട്ടു. ഫ്ലോയിഡ് വലിയ അപകടത്തിലാണെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ലായിരുന്നു. ഹോമർ പുറത്തു വന്ന് ഫ്ലോയിഡ് കുടുങ്ങിക്കിടക്കുന്ന വിവരം എല്ലാവരെയും അറിയിച്ചു. അതിനു മുൻപായി യുദ്ധമൊക്കെ കാരണം സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ് മാർക്കറ്റ് വോൾഫ്. ഒരു സെബി രജിസ്റ്റേർഡ് ആപ്പാണിത്. ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. കൂടാതെ എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം കിട്ടും എന്ന് പറഞ്ഞു തരാൻ ഒരു എക്സ്പേർട്ട് ടീം തന്നെ ഇവിടെയുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തു. ഞാൻ നേരെ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇത് പ്രോഫിറ്റബിൾ ട്രെൻഡ് നമുക്ക് കാണിച്ചു തരും. വെറും ഒറ്റ ക്ലിക്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. മറ്റ് ആപ്പുകളെ അപേക്ഷിച്ച് 1/3 പണം കൊണ്ട് നമുക്കിതിൽ ട്രേഡിംഗ് തുടങ്ങാം. ഇതിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഫീച്ചറുണ്ട്. അതിനാൽ തന്നെ നഷ്ടം ഒരു പരിധി കഴിഞ്ഞാൽ ട്രേഡ് തനിയെ നിൽക്കും. ഇവരുടെ ബ്രോക്കറേജ് ചാർജും വളരെ കുറവാണ്. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ട്രേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് 1306 രൂപയാണ് പ്രോഫിറ്റ് ലഭിച്ചത്. വെറും 99 രൂപയുടെ ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. രാവിലെ 9 മണി മുതൽ രാത്രി 12 വരെ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം. ആളുകൾ ഒരു ദിവസം 11,850 രൂപ വരെയും ഒരു മാസത്തിൽ 70,468 രൂപ വരെയും ഒരു വർഷത്തിൽ 5,03,940 രൂപ വരെയും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലാഭത്തിന് ഇവർ ഒരു കമ്മീഷനും എടുക്കുന്നില്ല. മാർക്കറ്റ് വോൾഫ് ഇതിനോടകം തന്നെ 20 ലക്ഷത്തിലധികം പേർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നീട് ഭക്ഷണവും വെള്ളവും എടുത്ത് അപകടം വകവയ്ക്കാതെ വലിയ ബുദ്ധിമുട്ടോടെ തന്നെ സഹോദരന്റെ തലയുടെ അടുത്ത് വരെ എത്താൻ അയാൾക്ക് കഴിഞ്ഞു. ആദ്യം ഫ്ലോയിഡിന് ആശ്വാസം നൽകാനായി അയാൾ സാൻഡ്വിച്ചും ചൂടുള്ള കോഫിയും നൽകി. തുടർന്ന് അയാളെ എങ്ങനെ രക്ഷിക്കാമെന്ന് ഹോമർ ആലോചിക്കാൻ തുടങ്ങി. എന്നാൽ സാഹചര്യം വളരെ അപകടകരമായിരുന്നു. അവിടെ ഒരു മിനിറ്റ് പോലും നിൽക്കുന്നത് ഹോമറിന് വെല്ലുവിളിയായിരുന്നു. കാലിൽ വലിയൊരു പാറയുമായി ചുറ്റും ചെറിയ കല്ലുകളാൽ വലയം ചെയ്യപ്പെട്ട് മുകളിൽ ഏത് നിമിഷവും വീഴാൻ തയ്യാറായി നിൽക്കുന്ന പാറകൾക്കിടയിലാണ് ഫ്ലോയിഡ് കുടുങ്ങിക്കിടക്കുന്നത്. വഴി അത്രയും ചെറുതായതിനാൽ അയാൾക്ക് മുന്നിൽ 2 ഓപ്ഷനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഹോമറിന് കാലുകൾ ആദ്യം വരുന്ന രീതിയിൽ താഴേക്ക് ഇറങ്ങാം. പക്ഷേ അപ്പോൾ സ്വന്തം ശരീരം വഴി തടയുന്നതിനാൽ ഫ്ലോയിഡിനെ തൊടാൻ കഴിയില്ല. രണ്ടാമത്തെ വഴി തല ആദ്യം വരുന്ന രീതിയിൽ പോവുക എന്നതാണ്. അപ്പോൾ ഫ്ലോയിഡിൻ്റെ അടുത്തെത്താം. പക്ഷേ തല കീഴായി കിടന്നുകൊണ്ട് വേണം ആ പാറ നീക്കം ചെയ്യാൻ. സ്ഥലപരിമിതമായിരുന്നു പ്രധാന പ്രശ്നം. ഏകദേശം 8 മണിക്കൂറോളം അയാൾ കല്ലുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ മുകളിൽ നിന്ന് അയന്ന പാറകൾ വീണ്ടും വീണുകൊണ്ടിരുന്നു. ഇത് ഹോമറിൻ്റെ എല്ലാ കഠിനാധ്വാനവും പാഴാക്കി. അയാൾ നിരാശയോടെ ഗുഹയ്ക്ക് പുറത്തിറങ്ങി. ഈ സമയമായപ്പോഴേക്കും ഫ്ലോയിഡ് കുടുങ്ങിയിട്ട് ഏകദേശം 45 മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. ഹോമർ പുറത്തിറങ്ങിയപ്പോൾ ഗുഹയ്ക്ക് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ടു. ഹോമർ സഹോദരനെ രക്ഷിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഫ്ലോയിഡിൻ്റെ അപകട വാർത്ത കാട്ടുതീ പോലെ പടർന്നു. നിരവധി റിപ്പോർട്ടർമാരും അവിടെ എത്തി. അവർ ഹോമറിനെ ഇൻ്റർവ്യൂ ചെയ്യാനും ഫ്ലോയിഡിനെ കുറിച്ച് ചോദിക്കാനും തുടങ്ങി. അവരുടെ ഇടയിൽ വില്യം സ്കിഡ്സ് മില്ലർ എന്നൊരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. ഹോമറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഹോമർ ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞത്, നോക്കൂ, എന്നോട് ഇത്തരം വിഡ്ഢിത്തങ്ങൾ ചോദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് തന്നെ ഗുഹയ്ക്കുള്ളിൽ പോയി ഫ്ലോയിഡിനോട് ചോദിക്കൂ. ഇത് കേട്ട വില്യം മില്ലർ സമ്മതിക്കുകയും ഒരു ക്യാമറയുമായി ഗുഹയ്ക്കുള്ളിലേക്ക് പോവുകയും ചെയ്തു. ഒടുവിൽ അയാൾ ഫ്ലോയിഡിൻ്റെ അടുത്തെത്തി. മില്ലർ പലതവണ അപകടം വകവെക്കാതെ ഗുഹയ്ക്കുള്ളിൽ പോയി ഫ്ലോയിഡിന് ഭക്ഷണവും വെള്ളവും എത്തിക്കുകയും രക്ഷാപ്രവർത്തനത്തിൽ സഹായിക്കുകയും ചെയ്തു. എങ്കിലും അയാളുടെ റിപ്പോർട്ടിംഗ് വലിയ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. അത്രയും അപകടകരമായ സാഹചര്യത്തിലും അയാൾ ഫ്ലോയിഡുമായി ഇൻ്റർവ്യൂ നടത്തി. ആ ധീരമായ റിപ്പോർട്ടിങ്ങിന് പിന്നീട് അയാൾക്ക് പുലിറ്റ്സർ പ്രൈസ് ലഭിച്ചു. റിപ്പോർട്ടർ മില്ലർ പുറത്തു വന്ന് ഫ്ലോയിഡിൻ്റെ വാർത്തകൾ മുഴുവൻ പത്രത്തിൽ അച്ചടിച്ചു. ആ വാർത്ത അമേരിക്ക മുഴുവൻ പടർന്നു. ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ട്രെയിൻ മാർഗം ഗുഹയ്ക്കടുത്തെത്തി അവിടെ വലിയ ജനക്കൂട്ടമായി മാറി. അവർ ഫ്ലോയിഡിൻ്റെ രക്ഷാപ്രവർത്തനത്തിനായി കാത്തിരുന്നു. ഈ അവസരം മുതലെടുത്ത് ചില വ്യാപാരികൾ കച്ചവടം തുടങ്ങി. സ്ട്രീറ്റ് ഫുഡ് സ്റ്റാളുകൾ നിരനിരയായി വന്നു. അടുത്തുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം തീർന്നു. ഹോട്ടൽ നിരക്കുകൾ കുതിച്ചുയരുകയും ചെയ്തു. ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദം കാരണം താഴെ ഗുഹയിലെ പാറകൾ കൂടുതൽ അയയാൻ തുടങ്ങിയിരുന്നു. ഈ സമയത്ത് റോബർട്ട് എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അവിടെ എത്തുകയും ഫ്ലോയിഡിനെ ഒരു കയറിൽ കെട്ടി പുറത്തേക്ക് വലിച്ചെടുക്കാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു. അയാൾ ഉള്ളിൽ പോയി ഫ്ലോയിഡിൻ്റെ നെഞ്ചിൽ ഒരു കയർ കെട്ടി. പുറത്തുള്ള ആളുകൾ ചേർന്ന് കയർ വലിക്കാൻ തുടങ്ങി. എന്നാൽ ഈ പ്ലാൻ പരാജയപ്പെടുകയായിരുന്നു. കയറിൻ്റെ വലിവും മുകളിലുള്ള ജനക്കൂട്ടത്തിൻ്റെ അനക്കവും കാരണം ഗുഹയുടെ മറുഭാഗം ഇടിയുകയും ഫ്ലോയിഡിനെ കാണാൻ സാധിച്ചിരുന്ന ഏക വഴി എന്നേക്കുമായി അടയുകയും ചെയ്തു. ഇനി ഒരേയൊരു വഴി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 55 അടി താഴേക്ക് കുഴിച്ച് ഫ്ലോയിഡിൻ്റെ അടുത്തെത്തി അയാളെ നേരിട്ട് രക്ഷിക്കുക. പക്ഷേ ഈ ജോലി എളുപ്പമായിരുന്നില്ല. കാരണം കുഴിക്കാൻ സമയമെടുക്കും. അത്രയും നേരം ഫ്ലോയിഡിന് അതിജീവിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലായിരുന്നു. പല കണക്കുകൂട്ടലുകൾക്ക് ശേഷം രക്ഷാസംഘം മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി. അവർ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കെ
പതുക്കെ മഴ പെയ്യാനും തുടങ്ങി. ഇത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കി. തൽഫലമായി ഖനനം കുറച്ച് സമയത്തേക്ക് നിർത്തിവെച്ചു. മഴ മാറിയതിനു ശേഷം വീണ്ടും ജോലി തുടർന്നു. ഏകദേശം 30 മണിക്കൂർ നീണ്ട ഖനനത്തിന് ശേഷം അവർ ഒടുവിൽ ഫ്ലോയ്ഡ് കോളിൻസിൻ്റെ അടുത്തെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ അയാളിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഫ്ലോയ്ഡ് കോളിൻസ് അപ്പോഴേക്കും ജീവനോടെ ഉണ്ടായിരുന്നില്ല. ഏകദേശം 17 ദിവസത്തോളം ജീവനു വേണ്ടി പോരാടിയ ശേഷം ഫ്ലോയ്ഡിൻ്റെ അതിജീവനത്തിനായുള്ള ആ സമരം അവിടെ അവസാനിച്ചു. 2 മാസത്തിന് ശേഷം 1925 ഏപ്രിൽ 23-ന് ഹോമറും ഖനന തൊഴിലാളികളും ചേർന്നാണ് അയാളുടെ മൃതദേഹം പുറത്തെടുത്തത്. പിന്നീട് കുടുംബ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. ഏതായാലും ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വോൾഫ് ആപ്പിന് ഇപ്പോൾ തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.